ശ്രീ ലിൻഡോ ജോസഫ്. സാർ, കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്ക് മണ്ണ് അനുയോജ്യമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉൽപ്പാദന വർധനവിനും സുസ്ഥിര കൃഷിക്ക് മണ്ണിൻ്റെ പരിപാലനം അനിവാര്യവുമാണ്. സാർ, 2018-19 പ്രളയത്തിൻ്റെ ഭാഗമായി മണ്ണിൻ്റെ ഘടനയിൽ വലിയ മാറ്റമുണ്ടാവുകയും അത് കൃഷിയെ വലിയ രൂപത്തിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യവുമുണ്ട്. നമുക്ക് കേരളത്തിൽ മണ്ണ് സംരക്ഷണത്തിന് ഒരു പ്രത്യേക വകുപ്പ് തന്നെയുണ്ട്. സുസ്ഥിര കൃഷി ഉറപ്പാക്കുന്നതിനായി മണ്ണ് സംരക്ഷണ വകുപ്പ് കർഷകർക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, അദ്ദേഹം ബഹുമാനപ്പെട്ട ശ്രീ ലിൻഡോ ജോസഫ് പറഞ്ഞതുപോലെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത എന്ന് പറയുന്നത് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഉൽപ്പാദനക്ഷമതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തന്നെ നമുക്ക് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കേരളത്തെ തന്നെ ഇപ്പോൾ 5 കാർഷിക പാരിസ്ഥിതിക മേഖലയായും 23 കാർഷിക പാരിസ്ഥിതിക യൂണിറ്റുകളായും തിരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ ഒരേപോലെ എല്ലായിടത്തേക്കും കൃഷി ചെയ്യുക എന്ന് നടപ്പിലാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളും അഗ്രോ എക്കോളജിക്കൽ സോണുകളുമാക്കി കേരളത്തെ തിരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ ഏർപ്പെടുന്നത്. അതിനകത്ത് ഏറ്റവും സുപ്രധാനമായ പങ്ക് കേരളത്തിൻ്റെ മണ്ണ് സംരക്ഷണ മണ്ണ് പരിവേഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഓരോ കാലത്തും നമുക്ക് മണ്ണിൻ്റെ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ എന്തെല്ലാം തരത്തിലുള്ള കുറവുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനനുസരിച്ച് സോയിൽ ഹെൽത്ത് കാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ആ പ്രവർത്തനം. ഏതാണ്ട് ഈ ഗവൺമെൻറ് കാലത്ത് 4,62,344 കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കർഷകർക്കും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയാണ് ഘട്ടം ഘട്ടമായി നടപ്പിലായിക്കൊണ്ട് ഇരിക്കുന്നത്. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാവശ്യമായ പ്രവർത്തികളാണ് ഈ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും നന്നായി ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.